ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലോട്ട് ഏവർക്കും സ്വാഗതം. ധീരം, ഇന്ദ്രിത് സുകുമാരൻ നായകനായ ധീരം സിനിമയുടെ വിശേഷമാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിക്ക് വേണ്ട എല്ലാ ചേരുവകളുമുള്ള ഒരു സിനിമ തന്നെയാണ്. നമ്മുടെ കാലിക പ്രാധാന്യമുള്ള വിഷയം തന്നെ കൈകാര്യം ചെയ്ത ഒരു ചിത്രമാണ് ധീരം. ധീരം എത്ര കണ്ട് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. എനിക്ക് ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ, നമുക്ക് പോയി സിനിമ കാണാൻ ധൈര്യസമേതം പോയി തിയേറ്ററിൽ കാണാൻ പറ്റിയ വൺ ടൈം വാച്ചബിളായ ഒരു മൂവിയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം നമുക്ക് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ഇന്ദ്രിത് സുകുമാരൻ, രഞ്ജി പണിക്കർ, ദിവ്യ പിള്ള, അജു വർഗീസ്, റബ മോണിക്ക, സാഗർ സൂര്യ, പിന്നെ വേറൊരു താരമുണ്ട്, അതിനെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്, കാരണം ഒരു സ്പോയിലർ ആവുന്നതുകൊണ്ട് പറയുന്നില്ല. സംവിധാനം ചെയ്തിരിക്കുന്നത് ജിതിൻ സുരേഷ്, നിർമ്മാണ ഹാരിസ്, തിരക്കഥ രണ്ടുപേരാണ്, ദീപു എസ് നാഥും സന്ദീപ് സദാനന്ദൻ. മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് മണികണ്ഠനാണ്. അപ്പം നമുക്ക് സിനിമയുടെ മറ്റ് വിശേഷങ്ങളിലോട്ട് കിടക്കാം. സിനിമയുടെ പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ തിരക്കഥ മോശമല്ലാത്ത രീതിയിൽ ഇവർ ചെയ്തു വെച്ചു. കാരണം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിക്ക് വേണ്ട എല്ലാ ചേരുവകളും ഈ തിരക്കഥയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ചെറിയ പാളിച്ചകൾ വന്നു കഴിഞ്ഞാൽ മൊത്തം നമുക്ക് സിനിമ കണ്ടിരിക്കാൻ പോലും പറ്റാത്ത രീതിയിലായി പോകും. അതിലവർ വിജയിച്ചിട്ടുണ്ട്. പിന്നെ കാലിക പ്രാധാന്യമുള്ള വിഷയമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റി, നമ്മുടെ കലാലയങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ കൂടുതൽ ഇതിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ബ്രൂട്ടലായിട്ട് ശരി. പിന്നെ വേറെ ഇതിൻ്റെ വിഷയം ഇവർ കൈകാര്യം ചെയ്ത് ഭയങ്കര ബ്രൂട്ടലായിട്ട് തന്നെ കൈകാര്യം ചെയ്തു കേട്ടോ. അത് കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എനിക്കത് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസാന ക്ലൈമാക്സിലോട്ടൊക്കെ ആവുമ്പം ഭയങ്കര സാധാരണ ഒരു വയലൻസ് സിനിമേനേക്കാളും കൂടുതൽ വയലൻസ് ഉണ്ട്. നമ്മളിപ്പോൾ അതിപ്പം അവർ ചെയ്യുന്ന രീതി അവർ എടുത്തു വെച്ച് നടക്കണ്ടാട്ടോ. അവർ നല്ല രീതിയിൽ അവർ ചെയ്തു, അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അങ്ങനെ ഇത് ഫീൽ ആവുന്നത്. മ്യൂസിക്കൊക്കെ നമുക്ക് ആദ്യമൊക്കെ മ്യൂസിക് ചേരാത്ത പോലെ തോന്നിലും നല്ല ഹൈ ഇതിൽ മ്യൂസിക്കൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് ആ സീനുമൊക്കെ ആയിട്ട് എഴുകി ചേരുമ്പം നമുക്കത് ഭയങ്കര ബ്രൂട്ടലായിട്ട് തോന്നും. ചില സ്ഥലങ്ങളിൽ പിന്നെ സംഭാഷണങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുത്തി നിറച്ച് സിനിമ നീങ്ങുന്ന പോലെയും നമുക്ക് ഫീൽ ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. തിരക്കഥ നല്ലതായിരുന്നു, സിനിമാറ്റോഗ്രാഫി നല്ലതായിരുന്നു. അതുപോലെ തന്നെ വയലൻസ് ചെയ്ത് നല്ല രീതിയിൽ വയലൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല, പ്രൊഡിക്ഷൻ ഒന്നുമില്ലാത്ത രീതിയിലാണ് ക്ലൈമാക്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ വയലൻസ്, കാരണം ബ്രൂട്ടലായിട്ട് കാണിക്കുന്ന സീനുകൾ അത് റിപ്പീറ്റായിട്ട് പിന്നെയും കാണിക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെടാണ്ടിരുന്നു. കാരണം ഒരു റേപ്പ് സീൻ തന്നെ നമുക്ക് പറയാമല്ലോ, റേപ്പ് സീൻ തന്നെ അത് ആ സിനിമയിൽ ഒരു പ്രാവശ്യമല്ല എത്രയോ പ്രാവശ്യം ഫോണിലാണെങ്കിലും മറ്റുള്ള ഇവരിങ്ങനെ കാണുന്നതും മറ്റുള്ളവരോട് പറയുന്നതായിട്ടും ഓർക്കുന്നതായിട്ടൊക്കെ കുറേ പ്രാവശ്യം എടുത്ത് കാണിച്ചു. അതെനിക്ക് അരോചകമായിട്ടാണ് തോന്നിയത്. പിന്നെ വേറെ ചില സീനുകൾ ഇപ്പം ഒരാളോട്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനോട് വിവരിക്കുന്നതിന് പകരം ആദ്യം അവരത് കാണുന്നു, സ്വയം തോന്നുന്നു, മറ്റൊരാളോട് പറയുന്ന പോലെ കാണിക്കുന്നു. അപ്പം അങ്ങനെ ഒരു സീന് തന്നെ ആവർത്തിച്ച് പല ഇതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ. പിന്നെ അതുപോലെ തന്നെ ഒരു ക്രൈം നടന്നു കഴിഞ്ഞ് കഴിയുമ്പം അവിടെ ആദ്യത്തെ പ്രാരംഭഘട്ട ഇതൊക്കെ നടക്കുന്നതിന് മുമ്പേ ഒരു ഓഫീസർ വന്നിട്ട് തീരുമാനിക്കുകയാണ് ഇതിങ്ങനെയാണ്, അവർ കൊലപാതകമാണ്, മറ്റതാണ് മറിച്ച്, ഇങ്ങനെ ഒരു ഓഫീസർ തന്നെ വന്നിട്ട് മുൻകൂട്ടി ഇങ്ങനെ തീരുമാനിക്കുകയാണ്. അതല്ലല്ലോ സാധാരണ എന്ത് നടന്നു അവിടെ അന്വേഷണം നടക്കണം. അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം മാത്രമേ അതിലോട്ട് പോകുള്ളൂ. ഇതങ്ങനെയല്ല. അപ്പം ആ രീതിയിലൊക്കെ ഇത് പാളിച്ച പറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചിലയിടങ്ങളിലൊക്കെ നല്ലതാണെങ്കിലും ചിലയിടങ്ങളിൽ ഓവറായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം തുടക്കത്തിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് മാത്രം സിനിമ കൊണ്ടുവന്നു. അപ്പോൾ അത് ഓവർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ചെയ്തു. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ നമ്മൾ ഇന്ദ്രിത് സുകുമാരൻ്റെ കഥാപാത്രമൊക്കെ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. പോലീസ് എന്നുള്ളത് സാധാരണക്കാരനൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് സെക്കൻഡ് ഹാഫ് കുറച്ച് എനിക്കൊരു അത്ര കൺവിൻസിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതും എനിക്കൊരു മൈനസായിട്ടാണ് തോന്നിയത്. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ മൊത്തത്തിൽ കണ്ടിരിക്കാൻ പറ്റിയ
വൺ ടൈം വാച്ചബിൾ ആയ ഒരു സിനിമയാണ്. പിന്നെ സൂപ്പർ സിനിമയാണെന്നോ അല്ലെങ്കിൽ വെറും മോശം സിനിമയാണെന്നുള്ള അഭിപ്രായം അങ്ങനെയല്ല. നിങ്ങൾ ഒരിക്കലും തിയേറ്ററിൽ നിന്ന് മിസ്സാവരുത് എന്നൊന്നും ഞാൻ പറയില്ല. ഇതിനകത്തെ കുറേ സീനുകൾ ബ്രൂട്ടലായിട്ട് തന്നെ ഉള്ള സീനുകളുണ്ട്. അത് കാണിച്ച് അത് ആവണം. അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. സിനിമയിൽ ഒരു സിനിമ എന്ന രീതിയിൽ അതങ്ങനെ തന്നെ കാണിക്കേണ്ട സിനിമ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ അവരത് എടുത്തു വെച്ചിട്ടുണ്ട്. മോശമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ധൈര്യസമേതം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ധൈര്യസമേതം പോകാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ധീരം. അപ്പം നിങ്ങൾ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ അഭിപ്രായം മാത്രമാണ് ഇത് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ബൈ.